നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മകയിരം നക്ഷത്രക്കാർ നല്ല ഈശ്വരവിശ്വാസികളും ആത്മവിശ്വാസികളുമായിരിക്കും. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ജീവിതവും ഓരോ ജീവിതശൈലിയും. വലിയ ബിസിനസ് ഒന്നും ഇവർക്ക് ചേർന്നതല്ല. ഇടത്തരം തൊഴിൽ മാത്രമേ ഇവർ ചെയ്താൽ വിജയിക്കുകയുള്ളൂ. അതും ബുദ്ധിപരമായി കൈകാര്യം ചെയ്താൽ മാത്രം. മകയിരം നാളുകാരുടെ ബാല്യകാലം താരതമ്യേന രോഗപീഠകളോട് കൂടിയതായിരിക്കും. മകയിരം നാളുകാർ അന്യരുമായുള്ള ഇടപെടലുകളിൽ മാന്യത പുലർത്തും. എന്നാൽ ഇവർ മറ്റ് ആളുകളുമായി ഇടപാടുകൾ നടത്തുമ്പോൾ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം. ലളിതവും ആദർശപരവുമായ ജീവിതമാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ആഡംബരങ്ങളിൽ ആഗ്രഹമുള്ളവരായി കാണുന്നില്ല. മറ്റുള്ളവരെ ഉപദേശിക്കുന്ന മകയിരം നാളുകാർ സ്വന്തം കാര്യത്തിൽ അത് പാലിക്കാറില്ല. മകയിരം നാളുകാർ വളരെ വിശ്വാസികളും വിശ്വസ്തരുമാണെന്ന് ഭാവിക്കുമെങ്കിലും ആരെയും വിശ്വസിക്കാത്ത മനസ്സാണ് ഇവർക്കുള്ളത്. സൗമ്യഭാവവും വാക്കുകളും പ്രവൃത്തികളും ഉള്ളവരാണ് മകയിരം നക്ഷത്രക്കാർ. പിതാവിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഇവർക്ക് കാര്യമായ പുരോഗതിയോ സഹായമോ ഉണ്ടാവില്ലെങ്കിലും മാതൃസ്ഥാനം വളരെ ഗുണകരമായിരിക്കും. ഇവർ ധാരാളിത്തമുള്ളവരായാണ് പൊതുവെ കാണുന്നത്. അമിത ചെലവു കാരണം കടത്തിൽപ്പെട്ട് നട്ടം തിരിയുകയും ഓരോ തരം ബാധ്യതകളുമായി ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ചില സഹോദരങ്ങളിൽ നിന്ന് ഉപദ്രവവും ഉണ്ടാകും. ജീവിതത്തിൽ നിയന്ത്രണമില്ലെങ്കിൽ അസാൻമാർഗികമായ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരികയും അതുമൂലം പറഞ്ഞറിയിക്കാനാകാത്ത കഷ്ടനഷ്ടങ്ങൾ വന്നെത്തുകയും ചെയ്യും. 32 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ സ്വന്തമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയം ലഭിക്കുകയുള്ളൂ. അതുവരെ പല പരാജയങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകും. 33 വയസ്സ് മുതൽ 50 വയസ്സിനിടയിൽ വിചാരിക്കാത്ത പല നന്മകളും ജീവിത വിജയങ്ങളും ഉണ്ടാകും. എന്നാൽ അനാവശ്യമായ കൂട്ടുകെട്ടിൽപ്പെട്ട് കഷ്ടതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശരീരഭംഗിയുള്ളവരായിരിക്കും. ഇവർ മറ്റുള്ളവരോട് മാന്യത പുലർത്തുന്നവരും ആയിരിക്കും. പൊതുവെ ഭാഗ്യവതികളായിട്ടാണ് മകയിരം നക്ഷത്രജാതരായ സ്ത്രീകളെ കണ്ടുവരുന്നത്. കുറേയധികം ധനം എപ്പോഴും തൻ്റെ കയ്യിലുണ്ടായിരിക്കണമെന്ന ഒരു വിചാരം ഇവർക്കുണ്ട്. എങ്കിലും മനഃശാന്തി ഇവർക്ക് കുറവാണ്. പല കാര്യത്തിലും പല വിധത്തിലുള്ള ചിന്തകൾ കൊണ്ട് മനസ്സ് സംതൃപ്തിയായിരിക്കണമെന്നില്ല. അതിനാൽ നിസ്സാര കാര്യങ്ങളിൽ പോലും ഇവർ ശോഭിക്കും. മകയിരം നക്ഷത്രക്കാരുടെ ഓരോ പ്രായത്തിലെയും ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മകയിരം നക്ഷത്രത്തിന് ജനനം മുതൽ 7 വയസ്സുവരെ ചൊവ്വാദശാസന്ധി. ചൊവ്വാദശയുടെ ഈ കാലയളവ് പൊതുവെ ജാതകർക്ക് ശാരീരിക അസ്വസ്ഥതകൾ പ്രദാനം ചെയ്യും. എന്നാൽ ചൊവ്വാദശാസന്ധി കാലയളവിനുള്ളിൽ മാതാപിതാക്കൾക്ക് ധനലാഭം ഉണ്ടാകും. ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാസന്ധിയിലാണ് കുഞ്ഞിൻ്റെ ജനനമെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഗുണഫലങ്ങൾ മാതാപിതാക്കൾക്ക് സിദ്ധിക്കും. എന്നാൽ തുലാത്തിൽ നിൽക്കുന്ന ചൊവ്വാദശാകാലത്താണ് കുഞ്ഞിൻ്റെ ജനനമെങ്കിൽ പൊതുവെ ദോഷപ്രദമായിരിക്കും. 8 വയസ്സ് മുതൽ 19 വയസ്സ് വരെ രാഹുദശാകാലമാണ്. ഈ കാലയളവ് ജാതകർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഈ കാലയളവിൽ പൊതുവെ വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാകും. ഈ കാലയളവിൽ ഇടയ്ക്കിടെ എന്തെങ്കിലും രോഗാവസ്ഥകൾ ജാതകരെ ബുദ്ധിമുട്ടിക്കും. ഒരു തരത്തിലും കാര്യങ്ങൾക്കൊന്നും പൂർണ്ണത ഉണ്ടാകില്ല. സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. കർക്കിടകത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ ആദ്യ ഭാഗം കൊണ്ട് മാതാപിതാക്കൾക്ക് അല്പഭാഗ്യവും പിന്നീട് സമ്പുഷ്ടമായ ഭാഗ്യവും ജാതകർക്കും പിതാവിനും ഉണ്ടാകും. എന്നാൽ കന്നിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ തുടക്കത്തിൽ പലവിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവപ്പെടും. പിന്നീട് ഗുണഫലങ്ങളായിരിക്കും. മകയിരം നക്ഷത്രക്കാർക്ക് 20 വയസ്സ് മുതൽ 36 വയസ്സുവരെ വ്യാഴദശാസന്ധി കാലയളവാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഈ കാലയളവ് ഗുണദോഷ സമ്മിശ്രമായിരിക്കും.
ഈ കാലയളവിൽ ജോലിയിൽ പ്രവേശിക്കുകയോ സ്വന്തം സ്ഥാപനം ആരംഭിക്കുകയോ ചെയ്യും. ജോലിയിലാണെങ്കിൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. സ്വന്തമായി സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ളതെങ്കിലും ധനനഷ്ടം ഉണ്ടാകും. ഈ കാലയളവിൽ വിവാഹം നടക്കും. പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ കഴിയും. തുടക്കത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും വിവാഹത്തോടെ സമാധാനമുണ്ടാകുന്ന ഒരു കാലയളവാണിത്. ഈ കാലയളവിൽ ജാതകർ വിദേശത്ത് യാത്ര ചെയ്യും. ഉച്ചക്ഷേത്രം, മൂലക്ഷേത്രം, ബന്ധുക്ഷേത്രം, സ്വക്ഷേത്രം മുതലായ സുസ്ഥാനങ്ങളിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം അത്യന്തം ശ്രേഷ്ഠമായിരിക്കും. അനവധി ഗുണഫലങ്ങൾ സിദ്ധിക്കും. എന്നാൽ ഇടവത്തിലും തുലാത്തിലും നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം കഷ്ടപ്രദമായിരിക്കും. 37 വയസ്സ് മുതൽ 56 വയസ്സുവരെ ശനിദശാകാലമാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഈ കാലയളവ് ജാതകന് ചെറിയ രീതിയിലെങ്കിലും പണനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ട് ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കും. ശനി മിക്കവാറും കഷ്ടഫലത്തെ ചെയ്യുന്നവനാണെങ്കിലും ശനി ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമാണെങ്കിൽ ധാരാളം ഗുണഫലങ്ങളെ ചെയ്യും. ഈ കാലയളവിൽ ജാതകൻ വിദേശയാത്ര ചെയ്യും. 57 വയസ്സ് മുതൽ 74 വയസ്സുവരെ ബുധദശാകാലമാണ്. പൊതുവെ ഗുണപ്രദമായ ഒരു കാലയളവാണിത്. പൊതുജന അംഗീകാരം, പുതിയ ഭവന നിർമ്മാണം, സമുദായ സംഘടനയുടെ നേതൃസ്ഥാനം തുടങ്ങിയവ ഈ കാലയളവിൽ ലഭിക്കും. ഉച്ചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ ധനപുഷ്ടി, യശസ്, ഭൂമിലാഭം, സന്തതികളുടെ വിവാഹം തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ സംഭവിക്കും. വക്രത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശയിൽ പ്രതിസന്ധികളെ അതിജീവിക്കും. 75 വയസ്സ് മുതൽ 82 വയസ്സുവരെ കേതുദശയാണ്. ഈ ദശാസന്ധി കാലയളവ് ജാതകന് ഗുണദോഷ സമ്മിശ്രമാണ്. ശാരീരിക അസ്വസ്ഥതകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കും. പരിഹാരമായി സദാസമയവും ഗണപതി നാമം ജപിക്കണം. 82 വയസ്സു മുതൽ 102 വയസ്സുവരെ ശുക്രദശയാണ്. ഈ കാലയളവ് പൊതുവെ ഗുണപ്രദമാണ്. പൊതുജന അംഗീകാരം, സമുദായ നേതൃസ്ഥാനം തുടങ്ങിയവ ഈ കാലയളവിൽ ഉണ്ടാകാം. സദാസമയവും നാവിൽ ഗണപതി നാമം ഉരുവിടുന്നത് ഉത്തമമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളാണ്. ഗ്രഹത്തിൻ്റെ ഭാവസ്ഥിതി, ബന്ധുക്ഷേത്രം, ശത്രുക്ഷേത്രം, ദൃഷ്ടി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ഗുണഫലങ്ങൾക്ക് വ്യത്യാസം വരും.